എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 75, ശ്ലോകം 34 മുതൽ 40 വരെ 7 ശ്ലോകങ്ങൾ. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 75-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അങ്ങനെ ദുര്യോധനൻ ആ മയൻ നിർമ്മിച്ച അത്ഭുതകരമായ ആ സഭയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34-35. സഭായാം മയക്ലിപ്തായാം ക്വാപി ധർമ്മസുതോധിരാട് വൃതോനുജൈർബന്ധുഭിശ്ച കൃഷ്ണേനാവി സ്വചക്ഷുഷാ ആസീന കാഞ്ചനേ സാക്ഷാത് ആസനേ മഖവാനിവ പാരമേഷ്ഠ്യശ്രിയാജുഷ്ട തൂയമാനശ്ച വന്ദിഭി. മയൻ നിർമ്മിച്ച ആ സഭയില് ഒരു ദിവസം ഭീമാദികളായ സഹോദരന്മാരാലും ബന്ധുക്കളാലും തന്റെ കണ്ണുകളെ ഏതുവിധം സന്മാർഗ ദുർമാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നുവോ അതുപോലെ ഹിതാഹിതങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ശ്രീകൃഷ്ണനാലും ചുറ്റപ്പെട്ട് ശ്രീകൃഷ്ണൻ ഭഗവാനോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കണു ചക്രവർത്തിയായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്. ഛത്ര ചാമരാദി ചക്രവർത്തി ചിഹ്നങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. സൂക്തമാഗധന്മാരായ വന്ധ്യജനങ്ങൾ ഇങ്ങനെ കീർത്തിക്കുന്നുണ്ട്. അങ്ങനെ രാജാവായ ധർമ്മപുത്രര് സാക്ഷാൽ ഇന്ദ്രൻ എന്ന പോലെ ആ സ്വർണാസനത്തിൽ ഇരിക്കുന്നവനായിട്ട് ഏറ്റവും പ്രകാശിച്ചു. ഇതങ്ങോട്ട് കണ്ടിട്ട് സഹിക്കണില്ല നമ്മുടെ ദുര്യോധനന്. തത്ര ദുര്യോധനോ മാനി പരീതോ ഭ്രാതൃഭൃനൃപ കിരീടമാലീന വിശൽ അസിഹസ്ത ക്ഷിപൻരുഷ. ഇങ്ങനെ ആ ധർമ്മപുത്രരുടെ സഭയിലിരിക്കുന്ന സമയത്ത് അസൂയ നിമിത്ത അഹങ്കാരത്തോടു കൂടിയ ദുര്യോധനൻ തന്റെ ഐശ്വര്യാദികളും ഈ സഭയിലൊന്ന് കാണിക്കണം എന്നുള്ള വിചാരത്തോടെ വിശേഷമായിട്ടുള്ള അലങ്കാരത്തോടു കൂടിയിട്ടൊക്കെയാണ് വരവ്. മുത്തുമാല ധരിച്ചിട്ടുണ്ട്, ശ്രേഷ്ഠമായ കിരീടം ഇങ്ങനെയൊക്കെ ധരിച്ച് തന്റെ പരാക്രമം കാണിക്കാൻ കയ്യില് വാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. തനിക്കും അനേകം സഹോദരന്മാരും മാതുലന്മാരും ഒക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദുശാസനൻ, ശകുനി മുതലായവരുടെ ഒക്കെ കൂടെയാണ് വരവ്. അവരെയൊക്കെ കൂട്ടിയിട്ടാ. അപ്പൊ അവിടെ കാവല് നിൽക്കണ്ടല്ലോ ദ്വാരപാലന്മാര്. അവരെയൊക്കെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് മാറി നിൽക്കും എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തോടെ അവരെയൊക്കെ ശകാരിച്ചുകൊണ്ട് ഹേ മഹാരാജാവേ ആ മഹാസഭയിൽ അങ്ങോട്ട് പ്രവേശിച്ചു ദുര്യോധനൻ. സ്ഥലേഭ്യ ഗൃഹാൽ വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ വദൽ ജലേജ സ്ഥലവൽ ഭ്രാന്ത്യ മയമായ വിമോഹിത. അപ്പൊ മയൻ ആ സഭയില് ഒരു നല്ല കൗശലം പ്രയോഗിച്ചിട്ടുണ്ട്. സാധാരണ നിലത്തില് ജലഭ്രാന്തി, സാധാരണ നിലം കണ്ട ജലമുണ്ടെന്ന് തോന്നും. അപ്പൊ എന്തായി ദുര്യോധനൻ ആ ഉടുത്ത വസ്ത്രങ്ങളൊക്കെ തലപ്പൊക്കെ നല്ലോണം അങ്ങോട്ട് പൊന്തിച്ച് കൂട്ടിപ്പിടിച്ചു വെള്ളത്തിൽ നടക്കാന്ന് എന്ന് വിചാരിച്ച് നല്ലോണം അങ്ങോട്ട് പൊക്കി പിടിച്ചു. അപ്പൊ എന്താ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ നടന്നു കഴിഞ്ഞപ്പോ ജലമുള്ള സ്ഥലത്ത് എത്തി. ആ ജലം ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ സാധാരണ സഞ്ചരിക്കാവുന്ന നിലമാണ് എന്നുള്ള ഭ്രാന്തി കൊണ്ട് വെള്ളത്തിൽ അങ്ങോട്ട് വീഴുകയും ചെയ്തു. ഈത്ത് മയന്റെ മായാവൈഭവ നിമിത്തം ദുര്യോധനനുണ്ടായ മോഹത്താല് സംഭവിച്ചതാ. അപ്പൊ ധർമ്മപുത്ര മഹാരാജാവിന്റെ ശത്രുക്കള് ഈ സഭയിൽ പ്രവേശിക്കുമ്പോഴാണ് അവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥല ജലഭ്രാന്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ദുര്യോധന അത്രയും ശത്രുവാണല്ലോ, അതുകൊണ്ടാണ് ദുര്യോധന ഉണ്ടായത്. സാധാരണ ജനങ്ങൾക്ക് ധർമ്മപുത്ര രാജാവിന്റെ ബന്ധുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥല ജലഭ്രാന്തി ഉണ്ടാവില്ല. അങ്ങനെയാണ് മയന അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു. ഇത് കണ്ടപ്പോ ദുര്യോധനൻ ആ വെള്ളത്തില് ചടപിടത്തി നിന്ന് വീണപ്പോ ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രീയോ നൃപതയോ വരേ നിവാര്യമാണ അപ്യംഗ
രാജ്ഞാ കൃഷ്ണാനുമോദിത. ദുര്യോധനൻ ഇങ്ങനെ സ്ഥലജലഭ്രാന്തി നിമിത്തം കാട്ടുന്ന ഗോഷ്ഠി കണ്ടപ്പോ ഭീമസേനനും സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും ചിരിച്ചു. രാജാവായ യുധിഷ്ഠിരൻ പറഞ്ഞു, ആരും ചിരിക്കരുത്. എന്താ ഇപ്പൊ ദുര്യോധനൻ വീഴ അങ്ങനെ ചിരിക്കുകയാണോ വേണ്ടത്? എന്താ അത്? നിങ്ങൾ ആരും ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാരും ഭഗവാനെ നേരെ നോക്കിയപ്പോ ഭഗവാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ചിരിച്ചോളാൻ. അപ്പൊ അവര് കൂടുതൽ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമിഭാരത്തെ തീർക്കാൻ അവതരിച്ച ഭഗവാൻ എപ്പോഴും ദുഷ്ടനിഗ്രഹ മാർഗം ചിന്തിക്കുന്നത് സാധാരണയാണല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ആ ദുര്യോധനന്റെ അസൂയയുടെ ഫലം അങ്ങനെ ഒരു മാനഭംഗത്തില് ഇപ്പൊ തന്നെ ആരംഭിക്കട്ടെ. അതിന്റെ ആ അഹങ്കാരത്തിന്റെ അസൂയയുടെ ഫലം അപ്പൊ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് ചിരിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. പരിണാമം വേണ്ട വിധത്തിലാക്കാം എന്നായിരിക്കാം ഭഗവാന്റെ ഇച്ഛ. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണല്ലോ അതല്ലേ. അങ്ങനെ കുരുപാണ്ഡവ യുദ്ധത്തിന്റെ വിത്ത് വിതയ്ക്കുക എന്ന കാര്യം ഭഗവാൻ ഇങ്ങനെ നടത്തി. യുദ്ധം ഒക്കെ ഉണ്ടാവാൻ കാരണം അതാണല്ലോ. ദുര്യോധന അങ്ങോട്ട് ഇവരൊക്കെ ചിരിച്ചപ്പോ ദേഷ്യം വർദ്ധിച്ചിട്ട് സക്രീഡിതോ വാഗ്വദനോരുഷാജ്വലൻ നിഷ്ക്രമ്യ തൂഷ്ണീം പ്രയൗ ഗജാഹ്വയം ഹാഹേതി ശബ്ദസ്സു മഹാനഭൂൽ സതാം അജാതശത്രു വിമനാ ഇവാഭവൽ. അങ്ങനെ ദുര്യോധനൻ സദസ്സിലുള്ളവരുടെ പരിഹാസത്തിന് അതുകൊണ്ട് കണ്ടപ്പോ ലജ്ജിച്ച് തല താഴ്ത്തി അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് പോയി. ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാണ്. മുഖവും ദേഹവും മുഴുവൻ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് ഹസ്തിനാപുരിക്ക് പോയി. സദസ്സിലുള്ള സജ്ജനങ്ങള് ദുര്യോധനന്റെ ഈ ദൗഷ്ട്യത്തെ ഇങ്ങനെ പ്രത്യക്ഷമായി കണ്ടതുകൊണ്ട് പേടിയായി. കഷ്ടം കഷ്ടം എന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങി. ഇനി എന്താ ഉണ്ടാവുമോന്ന് അറിയില്ല എന്ന് പേടിച്ച് അവര് കരയുക. ശത്രുക്കൾ ആരുമില്ലാതെ സമാധാന നിലയിലിരിക്കുന്ന ധർമ്മപുത്രരുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖം ഉണ്ടായി. അപ്പൊ വളരെ വിഷമിച്ചിട്ട് ഇങ്ങനെ കഷ്ടം ഇങ്ങനെ വന്നൂലോ എന്ന് വിചാരിച്ച് വിഷമായിട്ടിരുന്നു. ഇനി ദുര്യോധനൻ എന്തൊക്കെയാ ചെയ്യാന്ന് അറിയില്ലല്ലോ. അത് തന്നെ അദ്ദേഹത്തിന്റെ വിഷമം. ബഭൂവ തൂഷ്ണീം ഭഗവാൻ ഭവോഭരം സമുജ്ജുഘേഷു ഭ്രമതി സ്മ യദൃശ. ഭഗവാൻ ഒന്നും മിണ്ടാതെ തന്റെ കടാക്ഷമാത്രത്താൽ ദുര്യോധനെ ഇങ്ങനെ ഭ്രമിപ്പിച്ചു. ഭഗവത് കടാക്ഷം തന്നെ ദുര്യോധന ഭ്രമത്തിന് മുഖ്യ കാരണം. ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ടാണ് ദുര്യോധനന് ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടായത്. മയന്റെ മായാപാടവം കേവലം ഒരു നിമിത്തം മാത്രം. ഭീമാദികളെ പ്രേരിപ്പിച്ച് പരിഹസിപ്പിച്ച് കലഹബീജത്തെ അങ്കുരാവസ്ഥയിലെത്തിക്കുകയും ചെയ്തു ഭഗവാൻ. ആ ദുര്യോധനന്റെ കലഹം കാരണം കുരുക്കള് നിമിത്തമുള്ള ഭൂഭാരം നശിപ്പിക്കാം എന്നുള്ള വിചാരത്തോടു കൂടി ഒന്നും മിണ്ടാതിരുന്നു ഭഗവാൻ. അങ്ങനെ തന്റെ കാര്യം സാധിച്ചു എന്ന് ഭഗവാൻ ആന്തരത്തിൽ സന്തോഷിച്ചു എന്നർത്ഥം. ഏതത്തേഭിഹിതം രാജൻ യൽ പൃഷ്ടോഹമിഹത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാക്രതൗ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, രാജസൂയ മഹായാഗ അവസരത്തില് ദുര്യോധനന് സന്തോഷം ഉണ്ടാകാതെ ഇരിക്കാൻ എന്തു കാരണം എന്ന് അങ്ങ് ചോദിച്ചതിന് ആ യുദ്ധവീരനായിട്ടുള്ള ദുര്യോധനൻ ഇങ്ങനെയാണ് അവന്റെ മനോദോഷം പുറത്തേക്ക് പ്രവേശിപ്പിച്ചത് എന്ന സംഗതി അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ശേഷുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയണു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുര്യോധനമാനഭംഗോ നാമ പഞ്ചസപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 75-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.